ഹലോ സുഖല്ലേ? ഈ ഒരു സൗണ്ട് കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും അല്ലെ? ഇടയ്ക്കിടയ്ക്ക് രാവിലെ തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട് കമ്പനിയിലേക്ക് പോലെ അങ്ങനെ പോകുന്നുണ്ട്. പോകുമ്പോ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്കും. ഇപ്പായിട്ട് കുറച്ച് ബ്ലോക്കെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. സ്റ്റോപ്പോട് കണ്ടാൽ പിന്നെ സ്റ്റോപ്പ് ആക്കാതെ പോവില്ല, കാരണം ഇവിടുത്തെ നിയമം അങ്ങനെ. കമ്പനിയിലെത്തിരി പണിയെല്ലാം തുടങ്ങി. അധികം ആൾക്കാരും ചോദിക്കാറുണ്ട് ഇവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോന്ന്. ഇപ്പൊ നിലവിൽ ഇവിടെ വേക്കൻസി ഒന്നും ഇല്ല കേട്ടാ. ഇൻഷാല്ലാ ഉണ്ടെങ്കിൽ അറിയിക്കാം. ഒരാൾക്ക് ഫുഡ് വാങ്ങാൻ പോയതാണ്. ഇവിടെ നല്ല ഫുഡ് കിട്ടൂട്ടാ. പബ്ലിക് കിച്ചൺ ആണ്. നല്ല ബിരിയാണി, ഏത് ബിരിയാണി ആണെങ്കിലും അവിടെ ഉണ്ട്. അതാണെങ്കിലും ഒടുക്കത്തെ ടേസ്റ്റും. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റും, എപ്പോഴൊന്നും കഴിച്ചൂടാ. വൈകുന്നേരം റൂമിലെത്തിയിട്ട് അജ്മൽ ഇന്നലെ അരവണ പായസം പോലത്തെ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും തിന്നിട്ട് നമ്മള് വേട്ടക്കിറങ്ങി. ഇപ്പൊ ആയിട്ട് വേട്ടക്കിറങ്ങൽ കുറച്ച് കൂടുതലാണ്. വേട്ട എന്താണെന്ന് കാണണ്ടേ? ചെക്കന്റെ കയ്യിൽ ഞാൻ നല്ല പാല് മസാജ് ആക്കി കൊടുക്കുന്നുണ്ട്. ആശാനാണ് ഈ ഏരിയ. ആ കാണുന്ന മെഷീന്ന് പാവെടുക്കലാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി. നമ്മള് പോകുമ്പോ അവിടെ ഭയങ്കര ആൾക്കാരെല്ലാം തടിച്ചുകൂടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും എല്ലാ പൈസ ഇടുമ്പോ ഓരോന്ന് കിട്ടിക്കൊണ്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് നല്ല പൈസയും പോകുന്നുണ്ട്. എന്നാലും ഇവർക്കാണെങ്കിൽ നാട്ടിലേക്ക് പോകുമ്പോ കുറെ കൊണ്ടുപോകാനായി എന്റെ പിള്ളേർക്കെല്ലാം കൊടുക്കാല്ല. ആടില്ലവർക്കെല്ലാം കൊടുക്കാനില്ല. ഏതായാലും പിള്ളേരെ മജ തന്നെ. ഏതായാലും കുറെ എണ്ണം കിട്ടുന്നുണ്ട്. പല വെറൈറ്റികളുണ്ട്, വലുതുണ്ട് ചെറുതുണ്ട്. എന്താ ചെയ്യാല്ലേ, ഓരോരാൾക്ക് ഇട്ടിട്ട് ഇത് കിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആശാന് കിട്ടുന്നുണ്ട്. തൊണ്ടിയായ പാവയിലുണ്ട് കേട്ടോ ഇതില്. അങ്ങനെ അതിലെ കോയിനും വാങ്ങിട്ട് വന്ന്, കാരണം കോയിൻ ഇട്ടിട്ട് കോയിൻ കഴിഞ്ഞു. ലാസ്റ്റ് നോട്ട് കൊടുത്ത് കോയിൻ വാങ്ങിട്ട് അതിലെ കുറച്ച് ഇട്ടിട്ട് നമ്മളവിടുന്ന് മടങ്ങി. ഇന്നത്തേക്ക് മതി എന്ന് പറഞ്ഞു. ഒരു കവർ നിറച്ച് പാവയും കയ്യിലെല്ലായിട്ട് വന്നിട്ട് അവിടെ ചേർച്ചിട്ടുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമുക്കൊരു ഓണപരിപാടി ഉണ്ട്. അങ്ങനെ ഓണപരിപാടിക്ക് പോയി നല്ല സദ്യ കഴിക്കണ്ടപ്പോ ആ സദ്യ തന്നെ എന്നെ അങ്ങോട്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓണപരിപാടിയുടെ കയ്യിലൊന്നുമില്ല. എല്ലാ ആഴ്ചയും ഓണപരിപാടി ഉണ്ട്. ഓണപ്പൂക്കളെല്ലാം ഇട്ടിട്ട് നല്ല ഉസാറാക്കിയിട്ടുണ്ട്. അവിടെ പ്രഷറും ഷുഗറെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളുള്ളിൽ കയറി. നമ്മളെ മെയിൻ പരിപാടി എന്താണ്? ഫുഡ് അടിക്കൽ തന്നെ. ഫുഡ് ഉണ്ടാവും, നല്ല ഇലസദ്യ വയ്ക്കണ്ടേ. സദ്യ അച്ചടി കിച്ചടി സാമ്പാർ എന്ന് പറയുന്ന പോലെ എല്ലാ സാധനവും ഇലയിലിടുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ അവർ രണ്ടാളെ ഇരുന്നിട്ട് അവരാണെങ്കിൽ തിന്നാനും തുടങ്ങി. നമ്മളാണെങ്കിൽ അച്ചാറെന്നാക്കിക്കൊണ്ടുണ്ട്. കാരണം ഒരു ലൈൻ ഇട്ടിട്ട് പോയി. നമുക്ക് വരണത്ര നല്ല സാമ്പാറിൽ വെച്ചിട്ട് ചോറെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചോറും നല്ല സാമ്പാറെല്ലാം കുഴച്ച് തിന്നിട്ടാ ഒന്നും ബാക്കിയാക്കിട്ടെ എല്ലാം തിന്ന് അൽഹംദുലില്ലാ. അതിന് ശേഷം വന്ന് പായസം. മോനെ 2 തരം പായസം ഉണ്ടായിന്. അതിലൊക്കെ കുറച്ച് പഴവും പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് ഞമ്മണ്ടിട്ട് തിന്നുമ്പോണ്ടല്ല മോനെ മച്ച 2 പായസം കൂട്ടിട്ട് നമ്മളെല്ലാരും തിന്ന്. കണ്ടാ എന്ത് പാങ്ങില് തിന്നുന്നത് കാണുമ്പോ തന്നെ തോന്നുന്നില്ല. നിങ്ങൾക്കും കൊതി കൂറുന്നുണ്ടാ? എന്നാ കൊതി കൂടണ്ടാട്ടാ. അവിടെ കുറെ ഓണപ്പൂക്കളിൽ ഇട്ടിട്ടുണ്ടായിന്. അതെല്ലാം കണ്ടിട്ട് കുറച്ച് പരിപാടിയും കണ്ടിട്ട് നമ്മൾ നേരെ റൂമിലെത്തുമ്പോ ഭയങ്കരമായ അതിശയത്തിൽ എല്ലാവരും നോക്കുന്നുണ്ട്. TV അങ്ങനെ അതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇറങ്ങിട്ടാ. അപ്പൊ ഓക്കെ ബൈ.